എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന അർജുന് അന്ത്യയാത്ര ഒരുക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ കുടുംബാംഗങ്ങൾ. ഒന്ന് പ്രതികരിക്കാൻ പോലുമാകാതെ മനസ്സ് തകർന്നിരിക്കുന്ന കുടുംബത്തെ സാന്ത്വനിപ്പിക്കാൻ നിരവധി പേരാണ് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നത്. DNA പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാകുമെന്ന പ്രതീക്ഷയും കുടുംബത്തിനുണ്ട്. അർജുന്റെ കണ്ണാടിക്കലെ വീടിന് മുൻപിൽ നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, പറഞ്ഞറിയിക്കാനാകാത്ത ഒരു വേദനയിലാണ് ഒരു നാടൊന്നാകെയുള്ളത്. ആ കുടുംബം മാത്രമല്ല, എല്ലാവരും അവർക്കൊപ്പം തന്നെയുണ്ട്. അന്ത്യയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും DNA പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഇതുണ്ടാവുക. കുടുംബാംഗങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി അവിടേക്ക് പോകുന്നുണ്ടോ? ലിബീഷ്, എന്തായാലും കുടുംബാംഗങ്ങൾ ജിതിൻ അവിടെ ഉണ്ട്. ഇനി മറ്റാരും തന്നെ അവിടേക്ക് പോകുന്നില്ല. കാരണം അർജുന് അന്ത്യകർമ്മങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബാംഗങ്ങളുള്ളത്. അർജുൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകൻ്റെ ശേഷിപ്പുകൾ, മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ആശ്വാസം എന്ന വാക്ക് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ കൂടിയും അവരുടെ വേദനയുടെ ആഴം അത്രമേൽ വലുതാണ്. ഇപ്പോൾ വീട്ടിലേക്ക് ബന്ധുക്കളെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ, ഇന്നലെ വൈകിട്ട് ഈ വിവരം അറിഞ്ഞത് മുതൽ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ വന്നിരുന്നു. ഇന്നലെ തന്നെ ഇവിടേക്ക് KC വേണുഗോപാൽ MP, MK രാഘവൻ MP, ഒപ്പം തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പോലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയിരുന്നു എന്നുള്ളതാണ്. അച്ഛനും അമ്മയും എല്ലാം തന്നെ മകനെ തിരികെ കിട്ടിയെങ്കിലും അവരെ സംബന്ധിച്ച് 72 ദിവസത്തെ കാത്തിരിപ്പിന് അവസാനമായി മകനെ കണ്ടെത്തി. അത് പക്ഷേ ചേതനയേറ്റ ശരീരമായാണ് കണ്ടെത്തിയത്. അതിൻ്റെ ഒരു വേദനയുണ്ട്. കുടുംബം ഇപ്പോൾ കാത്തിരിക്കുന്നത് DNA പരിശോധനാ ഫലം ലഭിക്കാനാണ്. ഇന്ന് തന്നെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിന് ഈ DNA പരിശോധനയ്ക്ക് അതിൻ്റെതായ സമയം എടുക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നാളെയോടുകൂടി ഈ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നാളെ ഇവിടേക്ക് മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ സംസ്കാരം എത്രയും പെട്ടെന്ന് നടത്തി ആ ചടങ്ങുകൾ കൃത്യമായി പൂർത്തീകരിക്കാനുള്ള തികഞ്ഞ ആദരവോടുകൂടി ഈ യാത്രയെ അർജുന് നൽകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മാത്രമല്ല, കർണാടക സർക്കാർ തന്നെ മൃതദേഹം കേരളത്തിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച നിർദ്ദേശം ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തര കന്നഡ കളക്ടർക്ക് നൽകിയത് കേരളത്തിൽ വെച്ച് തന്നെയാണ്. അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ മലപ്പുറത്തെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ മടങ്ങുന്ന വേളയിലാണ് സിദ്ധരാമയ്യ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ കുടുംബത്തിന് കർണാടക സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്നലെ ഈ കുടുംബത്തെ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കേരള സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും എല്ലാ സഹായ വാഗ്ദാനവും തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെ ചുമതലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടേക്ക് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളടക്കമുള്ള ആളുകൾ എത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നു. ആ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് അറിയാത്ത ഒരു രീതിയിലാണ് പലരും ഉള്ളത്. ആ വേദന സംബന്ധിച്ചും ഈ വേദനയുണ്ട്. നമ്മുടെ മനസ്സിൽ പോലും ആ വേദന തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അർജുൻ എന്ന പേര്, അർജുന്റെ ആ മുഖം, പുഞ്ചിരിക്കുന്ന അർജുന്റെ മുഖം, അത് അത്രമേൽ ആഴത്തിൽ നമ്മുടെയും ഹൃദയത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു സ്വന്തം അംഗത്തിന്റെ ഒരു വേർപാട് പോലെയാണ് അർജുന്റെ വേർപാട് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രയധികം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രബീഷ്, റിയാസ്, അവിടെ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഓർമ്മകളാണ് അർജുനെ കുറിച്ച് പങ്കുവയ്ക്കുന്നത്? അർജുനെ കുറിച്ച് എല്ലാവർക്കും നല്ല ഓർമ്മകൾ മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത്. അർജുൻ ഈ നാടിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഇടപെട്ട ഒരു ചെറുപ്പക്കാരനാണ്. ആർക്കും ഒരു ദോഷവും പറയാനില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബ ജീവിതത്തിന്റെ ഭാരം മുഴുവൻ സ്വന്തം തോളിലേറ്റിക്കൊണ്ട്
കുടുംബത്തെ പോറ്റാൻ വേണ്ടി അച്ഛന് ഒരു സഹായമായി അച്ഛൻ പ്രേമന് സഹായമായി, അമ്മ ഷീലയ്ക്ക് സഹായമായി കൊണ്ട് അർജുൻ സ്വന്തം പഠനം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സഹോദരങ്ങളെ പഠിപ്പിക്കാനും അവരെ നല്ല നിലയിലെത്തിക്കാനും വേണ്ടി യത്നിക്കുകയും അതിനുവേണ്ടി ചെറുപ്പത്തിൽ തന്നെ വിവിധ ജോലികൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അർജുൻ എന്ന് പറയുന്നത്. അർജുൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നു, മറ്റു ജോലികൾക്ക് പോകുന്നു, പിന്നീടാണ് ലോറി ഡ്രൈവറായി വരുന്നത്. ലോറി ഡ്രൈവറായി മനാഫിനും മുബീനും കീഴിൽ ഏതാനും വർഷം തന്നെ അർജുൻ നിൽക്കുന്നു. അതിനിടെ ആണ് ഈ ജൂലൈ 16-ന് അർജുൻ അവിടെ നിന്നും തൻ്റെ കൃത്യനിർവ്വഹണം നടത്തി വരുന്നതിനിടെയാണ് ഈ ഒരു ഷിരൂരിലെ ദുരന്തം ഉണ്ടാകുന്നതും അർജുനെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രളയകാലത്തെല്ലാം തന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത്, കണ്ണാടിക്കൽ എന്ന് പറയുന്നത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശമാണ്. മഴയൊന്ന് ശക്തമായി പെയ്താൽ നിറയെ വെള്ളം കയറുന്ന പ്രദേശമാണ്. അർജുൻ്റെ വീട് അവിടെ ഉൾപ്പെടെ വെള്ളം കയറുമ്പോൾ ശുദ്ധജലത്തിൻ്റെ ലഭ്യത വളരെ പരിമിതമായിരിക്കും. അത്തരം വേളകളിൽ കുടിവെള്ളം നാട്ടുകാർക്ക് ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് അർജുനാണ്. ലാഭേച്ഛയില്ലാതെ നാട്ടിൽ കുടിവെള്ളം എത്തിക്കുന്ന, പ്രതിഫലമില്ലാതെ കുടിവെള്ളം എത്തിക്കുന്ന ചെറുപ്പക്കാരുടെ സംഘത്തിൽ പ്രധാനിയാണ് അർജുൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രിയപ്പെട്ടയാളെയാണ് ഈ നാടിനും നഷ്ടമാകുന്നത്. പൊതുസമൂഹത്തിന് കൂടി ഏറെ ഉപകാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അർജുൻ എന്ന് പറയുന്നത്. അത് ഈ നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. അവരുടെ വാക്കുകളിലും ആ വേദന നമുക്ക് കാണാനുണ്ട്. അർജുൻ എന്തായാലും ഒരു നാടൊന്നാകെ അർജുനെ യാത്രയയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അർജുൻ്റെ കണ്ണാടിക്കലിലെ വീടിന് മുന്നിൽ നിന്ന് റിയാസാണ് വിവരങ്ങൾ നൽകിയത്.